പ്രസാദേട്ടാ, അതൊക്കെ പിന്നെ ആവാം. ഇപ്പൊ അതല്ല പ്രശ്നം. ഈ വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും വഴക്കിട്ടിറങ്ങി പോയിരിക്കുക. പ്രസാദേട്ടൻ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടു വരണം പ്ലീസ്. ഓ, അങ്ങനെ സംഭവിച്ചോ? എന്നോടാണ് വഴക്കെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമാക്കിയിട്ട് വേണമായിരുന്നു അവര് പോവാൻ. എന്റെ പ്രസാദേ, അത് പല കാര്യങ്ങളും നീയല്ലേ അവരിൽ നിന്ന് മറച്ചു വെച്ചത്. മറച്ചു വെച്ചെങ്കിൽ അത് അങ്ങനെ തന്നെ എന്നും ഇരിക്കുമായിരുന്നല്ലോ, ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ. ചികയാനും പുറത്തേക്ക് വലിച്ചിടാനും വന്നത് അവര് തന്നെയല്ലേ? എന്തൊക്കെയായാലും ഇക്കാര്യത്തിൽ നിങ്ങൾ എന്നെ പ്രതിയാക്കാൻ വരരുത്. പ്രത്യേകിച്ചും അവരുടെ മുമ്പിൽ ഞാനൊരു തെറ്റും ചെയ്യാത്തപ്പോ പിന്നെന്തിനാ പുറകെ പോകുന്നതും തിരിച്ചു വിളിക്കുന്നതും മാപ്പ് പറയുന്നതൊക്കെ? വലിയേട്ടാ, നമ്മുടെ അച്ഛനും അമ്മയല്ലേ ഇതിൽ ഇത്ര ഷാട്ടയും പിടിക്കണോ? അതെ, അച്ഛനും അമ്മയും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു മിനിമം അണ്ടർസ്റ്റാൻഡിങ് ഇങ്ങോട്ടും കാണിക്കണം അവര്. അഥവാ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായാലും അത് തിരുത്തപ്പെടുമ്പോ മക്കളോടായാലും കുറച്ച് താഴ്ന്നു തരാൻ അവർ പഠിക്കണം. അതുകൊണ്ടൊന്നും അവര് ചെറുതാവില്ല, വലുതാവുകയുള്ളൂ. ചേട്ടാ, അത് വേണ്ട. ഇനി ഈ കാര്യത്തിൽ കൂടുതലൊന്നും പറയാൻ ഞാനില്ല. മറ്റെന്തിനേക്കാളും വലുത് എനിക്ക് എന്റെ മനസ്സമാധാനാ. എന്നെ വിട്ടേക്ക്, എനിക്ക് ഉറങ്ങണം. ഗുഡ് നൈറ്റ്. ദേ, ഇവിടെ വെച്ച് ഇപ്പൊ എനിക്ക് നീ വാക്ക് തരണം. നീ രാധയാണെന്ന് ഒരിക്കലും എന്റെ മോൻ അറിയരുത്. ഒരിക്കലും. വാക്ക്. ഞാനായിട്ടൊരിക്കലും നിങ്ങളുടെ മകനെ ഒന്നും അറിയിക്കില്ല. ഇത് സത്യം. മോളെ, സീതമ്മേ, സീതമ്മ എന്താ ഇവിടെ? ഞാനല്ലേ ആ ചോദ്യം ചോദിക്കേണ്ടത്. നീ എന്താ ഇവിടെ വന്നിങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നെ? ഈ ഭൂമിയില് തനിക്ക് ആരുമില്ലെന്ന് തോന്നലായോ നിനക്കിപ്പോ? ആര്യ വിളിച്ചപ്പോഴാ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ അറിയുന്നത്. നീ എന്തിനാ അവരോട് എന്റെ വീട്ടിൽ വരുന്നു എന്ന് കള്ളം പറഞ്ഞിറങ്ങിയത്? എന്തിനാടി ഇവിടെ വന്നിങ്ങനെ തനിച്ചിരിക്കുന്നത്? ഇപ്പിടെന്താ നിനക്ക് അവിടെ താങ്ങാനാകാത്ത പ്രശ്നം? അയ്യോ, എന്നെ വഴക്ക് പറയല്ലേ സീതമ്മേ. എനിക്കൊന്നും താങ്ങാൻ പറ്റില്ല ഇപ്പോ. അത്രയ്ക്ക് മനസ്സ് കലങ്ങിയിരിക്കുക ഞാനിപ്പോ. ഇതിനെന്താ ഇനി ഇത്ര മനസ്സ് കലങ്ങാൻ? ആ അച്ഛനും അമ്മയും കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങിയ സ്ഥിതിക്ക് നിന്റെ കാര്യവും നീ അങ്ങ് തുറന്നു പറഞ്ഞേക്കണം. പരസ്പരം ഇഷ്ടപ്പെട്ട ഒരാണും പെണ്ണും വീട്ടുകാരെ അറിയിക്കാതെ കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കുന്നത് ലോകത്തിലെ ആദ്യത്തെ സംഭവം ഒന്നും അല്ല ഇത്. ഞങ്ങളതിന് കല്യാണം കഴിച്ചിട്ടില്ല സീതമ്മേ. അതാണ് സത്യം. ഈ താലി ഇത് ദൈവസന്നിധിയിൽ വെച്ച് ഞാൻ സ്വയം എന്റെ കഴുത്തിൽ കെട്ടിയതാ, മറ്റുള്ളവരെ കബളിപ്പിക്കാൻ. താലി സ്വയം കെട്ടാനോ? നീ എന്താ അഞ്ജലി തമാശ പറയാണോ ഇത്? ഇങ്ങനെ ഒരു കാര്യത്തിൽ തമാശ പറയൂ ആരെങ്കിലും? എന്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. അതാ ദൈവത്തിനെ മാത്രം സാക്ഷിയാക്കി. എന്ത് സാഹചര്യം? ലോകത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണ് ചെയ്യുന്ന കാര്യമാണോ ഇത്? നീയാത്തൊരു കള്ളക്കഥ പറഞ്ഞ് ഒരു പുരുഷന്റെ കൂടെ ഇത്രയും നാൾ ജീവിക്കാൻ നിനക്ക് എങ്ങനെയാ ധൈര്യം വന്നത്? പ്രസാദേട്ടൻ എന്റെ നല്ല ഫ്രണ്ടായിരുന്നു, പറഞ്ഞാൽ മനസ്സിലാവുന്ന ഫ്രണ്ട്. കൃഷ്ണനെ അല്ലാതെ മറ്റാരെയും ഞാൻ ഭർത്താവായി സ്വീകരിക്കില്ല എന്ന് സീതമ്മയ്ക്ക് പണ്ടേ അറിയാവുന്നതല്ലേ? അറിയാം. പക്ഷേ അതേ നീ തന്നെയല്ലേ പ്രസാദിനെ കല്യാണം കഴിച്ചതും ഞങ്ങളുടെ മുമ്പിൽ ഒരുമിച്ച് ജീവിച്ചതും? അത് നാടകമായിരുന്നു എന്ന് പറഞ്ഞില്ലേ?
എനിക്ക് വേണ്ടി നടത്തിയ നാടകമല്ല, ആരതിക്കും മുരളിക്കും വേണ്ടി കെട്ടിയ വേഷം. എന്നെ ആ വേഷം കെട്ടിക്കുകയായിരുന്നു സ്വന്തം അനിയത്തി തന്നെ. ഇവിടെതാ ഇപ്പൊ ഒരു വ്യവസ്ഥ ഞാൻ വയ്ക്കുക. ഞാൻ മുരളിയുടെ ഭാര്യയായി അവരുടെ വീട്ടിലേക്ക് പോകാൻ റെഡിയാ. പകരം കൃഷ്ണനെ മറന്ന് ചേച്ചി പ്രസാദേട്ടനെ കല്യാണം കഴിക്കണം. ആരതിയുടെ വാശി അവളുടെ ജീവിതം തകർക്കുമെന്ന് വന്നപ്പോ എന്റെ മുന്നിൽ മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല സീതമ്മേ. അത് പ്രസാദേട്ടൻ അന്ന് മനസ്സിലായി. എന്നിട്ടും സീതമ്മയ്ക്ക് എന്താ ഇനിയും മനസ്സിലാവാത്തത്? ശരി, നിങ്ങൾ അഭിനയിച്ചതാ. ആ സന്ദർഭം കഴിഞ്ഞപ്പോ പിന്നെ പ്രസാദ് സാറിന്റെ അച്ഛന്റെയും അമ്മയുടെയും മുമ്പില് നിനക്ക് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ എന്താ പ്രശ്നം? വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. അതിനു പകരം നീ എന്തിനാ ഇവിടെ വന്നിങ്ങനെ ഒളിച്ചിരിക്കുന്നത്? അതിന് കാരണമുണ്ട് സീതമ്മേ. സീതമ്മ അവിടുന്ന് പോന്നു കഴിഞ്ഞപ്പോ പ്രസാദേട്ടന്റെ അമ്മ വീട്ടിൽ വന്നിരുന്നു. പല കാരണങ്ങളാലും മാറി മാറി പോയിട്ട് അപ്പോഴാ ഞങ്ങൾ ആദ്യമായിട്ട് മുഖാമുഖം കാണുന്നത്. അപ്പോഴാ തൃപ്പങ്കോട്ട് രാധയാണെന്ന് അവർക്ക് മനസ്സിലായത്. ഒപ്പം അവരിത്രയും നാള് ഞാൻ കാത്തുകാത്തിരുന്ന കൃഷ്ണേട്ടന്റെ അമ്മയാണെന്ന് ഞാനും തിരിച്ചറിഞ്ഞു. നീ എന്താ പറഞ്ഞത്? കൃഷ്ണേട്ടന്റെ അമ്മയോ? അതേ സീതമ്മേ, വിധിയുടെ വിചിത്രമായ കളി. ഇത്രയും നാള് ഞാൻ പ്രാണനായി കരുതി കാത്തിരുന്ന എന്റെ കൃഷ്ണനാണ് നമ്മുടെ പ്രസാദേട്ടൻ. മേഘനാഥന് ഭയന്ന് ഞങ്ങൾ പേരും നാളും മാറ്റി പറഞ്ഞ് ഇവിടെ ജീവിതം തുടങ്ങിയപ്പോ എനിക്ക് വേണ്ടി എല്ലാവരോടും പോരാടിയ കൃഷ്ണേട്ടന് ഇറങ്ങിയിരുന്നു ഇവിടേക്ക് തന്നെ. കൃഷ്ണപ്രസാദ് എന്ന പേര് ചുരുക്കി പ്രസാദ് എന്ന പേരില്. എന്തൊരു അതിശയമാണ് ഈ സംഭവിച്ചത്. നിന്റെ പ്രണയത്തിനും പ്രാർത്ഥനയ്ക്കും ഇത്രയും ശക്തിയുണ്ടെന്ന് ഞാൻ പോലും മനസ്സിലാക്കിയില്ല. ഞാനും അങ്ങനെ കരുതിയാണ്. ശാപം പോലെ ആ അമ്മയെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ. അവരെന്നോട് ആവശ്യപ്പെട്ടത് എന്താണെന്നറിയോ സീതമ്മയ്ക്ക്? ഞാൻ രാധയാണെന്നോ പ്രസാദേട്ടൻ കൃഷ്ണനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞെന്നോ തുറന്നു പറയരുതെന്ന്. എന്റെ ദൈവമേ, എന്തൊരു ദുഷ്ടതരാണെന്ന് നോക്കിയ. എന്നിട്ട് നീ അത് സമ്മതിച്ചോ? മകന്റെ ജീവൻ കൊലക്കി കൊടുക്കരുതെന്ന് പറഞ്ഞ് ഒരമ്മ കൈകൂപ്പി നിൽക്കുമ്പോ ഞാൻ എന്താ സീതമ്മ പിന്നെ ചെയ്യാ? സ്വന്തം മനസ്സ് എറിഞ്ഞുടക്കുകയല്ലാതെ. എനിക്കെല്ലാം സമ്മതിക്കേണ്ടി വന്നു. കണ്ണീര് കൊണ്ട് അവര് നീട്ടിയ കരാറുകളെല്ലാം ഞാൻ ഒപ്പുവെച്ചു. അതിന്റെ സങ്കടം അങ്ങ് പെരുത്ത് വന്ന് നെഞ്ച് താങ്ങാതെ വന്നപ്പോഴാ അവിടെ നിൽക്കാതെ ഞാൻ ഇവിടേക്ക് ഒളിച്ചോടി വന്നത്. ഒരു രാത്രി മുഴുവൻ കരഞ്ഞു തീർക്ക. കരയതിങ്ങനെ എനിക്ക് പേടിയാവുന്നുണ്ട്. നീ ഒന്ന് ശാന്തയാകാൻ ശ്രമിക്ക്. അറിയാം, കരയാനും അനുവാദമില്ല എനിക്ക്. നേരം വെളുത്താലുടൻ ചിരിച്ചുള്ള അഭിനയം തുടങ്ങും ഞാൻ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് എന്റെ വീട്ടിൽ പോവാം. വേണ്ട സീതമ്മ, എനിക്ക് ഈ രാത്രി ഇവിടെ തനിച്ചിരിക്കണം. എങ്കിലേ എന്റെ മനസ്സൊന്ന് നേരെയാക്കാൻ പറ്റും. മോളെ നിർബന്ധിക്കില്ലേ പ്ലീസ്. സീതമ്മ പൊയ്ക്കോളൂ. ഈ രാത്രി എന്നെ ഇവിടെ തനിച്ചു വിടുക എന്നുള്ളതാ എന്നോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം.
പ്ലീസ്. നേരെ എത്ര എല്ലാരും ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് ഇനി പോയി കിടക്കാൻ നോക്ക്. എനിക്ക് കിടന്നുറങ്ങണം. അതെ, ഞാനും പോയി കിടന്നുറങ്ങാൻ പോവാ. ഇവിടെ ആരും മരിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ, ഇങ്ങനെ ദുഃഖിച്ച് ഉറക്കൊളച്ചിരിക്കാൻ. നിക്കടി ഇവിടെ. നിനക്ക് പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങണം അല്ലേ? എന്റെ അച്ഛനും അമ്മയും സമാധാനമില്ലാതെ തീ പിടിച്ചതുപോലെ ഇവിടുന്ന് ഇറങ്ങി പോകുന്നത് നീ കണ്ടതല്ലേ? അതിന് ഞാനെന്ത് വേണം? തൂങ്ങിച്ചാവണോ? കേട്ടല്ലോ, എല്ലാവരും കേട്ടല്ലോ. ഇവൾക്കൊന്നുമില്ല. എന്തുകൊണ്ടാണെന്നറിയോ? മനസാക്ഷിയില്ല ഇവൾക്ക്, അത്ര തന്നെ. ആയിക്കോട്ടെ, ഇനി ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്നെ കുറ്റപ്പെടുത്തണമായിരിക്കും. കുറ്റപ്പെടുത്തിക്കോ, രാവിലെ വരെ ഇരുന്ന് കുറ്റപ്പെടുത്തിക്കോ. എനിക്കെന്താ, ഞാൻ പോവാ. ഇങ്ങനെ ഒരെണ്ണത്തിനാണല്ലോ. മതി മതി, എന്തിനാ മുരളി ഇനി അതും ഇതൊക്കെ പറഞ്ഞ് വഴക്കിടുന്നു? നടന്നത് നടന്നു കഴിഞ്ഞു. ഇനി നീയും പോയി കിടക്കാൻ നോക്ക്. ഇല്ല പുഷ്പൻ ചേട്ടാ, എനിക്ക് എന്നെ കിടക്കാൻ പറ്റില്ല. കിടന്ന ഉറക്കം വരില്ല എനിക്ക്. എന്റെ അച്ഛനും അമ്മയും ഇറങ്ങിപ്പോയത് മറ്റാരും കാരണമല്ല, ഈ ഞാൻ ഒറ്റയാള് കാരണമാ. ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ കാരണം എവിടുന്നാണെന്ന് പുഷ്പൻ ചേട്ടൻ ഓർമ്മയുണ്ടല്ലോ. ഹരിക്കും ആര്യക്കും ഓർമ്മയുണ്ടല്ലോ. ഇപ്പൊ അകത്തേക്ക് പോയില്ലേ? ആ പിശാചിനെ ഞാൻ കണ്ടുമുട്ടി അന്ന് മുതലാ. ബുദ്ധിയും ബോധവും ഇല്ലാത്ത അവള് ചെന്ന് വീണു കൊടുത്ത അപകടത്തില് കൈനീട്ടി സഹായിക്കാൻ ഞാൻ തീരുമാനിച്ചത് മുതല്. അത് പാടില്ലായിരുന്നു. എനിക്ക് തെറ്റ് പറ്റിപ്പോയി, വലിയ തെറ്റ്. എന്ത് തെറ്റ്? ഒരു പെണ്ണിനെ സഹായിക്കുന്നതും പ്രേമിക്കുന്നതും ഒന്നും തെറ്റൊന്നുമല്ല. ആണടാ, ആണ്. ഞാൻ ഓർത്തത് എല്ലാ മനുഷ്യരും ചെന്ന് പെടുന്നത് പോലെ ഒരു പ്രേമബന്ധത്തില ഞാൻ ചെന്ന് പെട്ടതെന്നാ. പക്ഷെ അതല്ല, എന്റെ ചോയ്സ് തെറ്റി. മാത്രമല്ല, ഞാൻ എന്നെ കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. എന്റെ കൂടപ്പറപ്പുകളെ കുറിച്ച് ഓർത്തില്ല, എന്റെ അച്ഛനെ അമ്മയെ ഓർത്തില്ല. ആ തെറ്റിന് എനിക്ക് കിട്ടിയ ശിക്ഷയാ ഈ ബന്ധം. നീ ഇങ്ങനെ വിഷമിക്കാത്ത മുരളി, തൽക്കാലം ചെന്നിട്ട് ഉറങ്ങാൻ നോക്ക്. അപ്പൊ ഒരു സമാധാനം കിട്ടും. നാളെ നേരം വെളുത്തിട്ട്. ഇല്ല പുഷ്പൻ ചേട്ടാ, ഉറങ്ങാൻ എനിക്ക് പറ്റില്ല. ഈ രാത്രി തന്നെ പോയി എനിക്ക് എന്റെ അച്ഛനെ അമ്മയെ കാണണം. അവരെ കൂട്ടിക്കൊണ്ടുവരണം. എങ്കിലും എനിക്ക് സമാധാനം കിട്ടും. അല്ലാതെ എനിക്ക് പറ്റില്ല. എന്താ ഇത്? എന്താ അബദ്ധം മുരളിയേട്ടൻ ഈ പറയുന്നത്? സമയം എത്ര ആയി എന്നാ കരുതിയിരിക്കുന്നേ? അവര് രണ്ടാളും ഇപ്പോ നാട്ടിലെത്താറായി കാണും. ആ, ആരും ഒന്നും പറഞ്ഞ് എന്നെ തടയണ്ട. എനിക്ക് പോണം, ഞാൻ പോവും. ഹരി തടയണ. വേണ്ട മുരളിയേട്ടാ, ഈ രാത്രിയിൽ എങ്ങോട്ടും പോണ്ട. നാളെ നേരം വിളിക്കട്ടെ. വിട്, വിടാ എന്നെ. വിടാനാ പറഞ്ഞത്. പറയട്ടെ ഏട്ടാ, ഒന്ന് സമാധാനപ്പെട്. ഇല്ല, ഞാൻ വിടില്ല. പോവാൻ പറ്റില്ല ഇവിടുന്ന്. എന്റെ ദേഹത്തൊന്ന് കൈയെടുക്കണം. ഇല്ല എന്ന് പറഞ്ഞ ഇല്ല. വിടാ, വിടാ. ഇല്ല, പറ്റില്ല. ഇവിടെ പോവില്ല. നിർത്തണോ? എന്താ ഇത്? സഹോദരങ്ങൾ തമ്മിൽ കയ്യാങ്കളി വരെ ആയോ ഇവിടെ? എനിക്ക് പോണം. ആരും എന്നെ തടയാൻ വരണ്ട. ഞാൻ തടയുന്നു. എന്റെ വാക്ക് ധിക്കരിച്ച് നീ പോവോ? എന്നാലൊന്ന് കാണണമല്ലോ. ഹരി, മാറാങ്ങോട്ട്.
ഏട്ടൻ സകല ഉത്തരവാദിത്വം ഇറക്കി വെച്ചില്ലേ? എനിക്കെങ്ങനെ മറക്കാൻ കഴിയില്ല അച്ഛൻ്റെ അമ്മയുടെ കാര്യം. ഓഹോ, അപ്പൊ നീയൊക്കെ എന്നെക്കുറിച്ച് അങ്ങനെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? അച്ഛന്റെ അമ്മയുടെയും കാര്യങ്ങളും ഞാൻ മറന്നു. പിന്നെ അവരിറങ്ങി പോയിട്ട് വലിയേട്ടൻ എന്തെങ്കിലും വിഷമമുണ്ടോ? ഇല്ലല്ലോ. വിഷമിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോയാ അവർക്ക് എന്തെങ്കിലും സംഭവിച്ച? അവർക്കൊന്നും സംഭവിക്കില്ല. ടാക്സി സ്റ്റാൻഡിൽ നിന്ന് അവരെ നാട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് എന്റെ ഫ്രണ്ട് മുഹമ്മദാ. സ്റ്റാൻഡിൽ അവരെ കണ്ടപ്പോൾ തന്നെ മുഹമ്മദ് എന്നെ വിളിക്കുകയും സുരക്ഷിതരായി അവരെ വീട്ടിൽ കൊണ്ടാക്കാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി അവരെ ഓർത്ത് ഇവിടെ ആരും വിയർപ്പൊഴുക്കണമെന്നില്ല. നിനക്കും ദാ ഇവന് മുമ്പേ അവരെ അച്ഛാന്നോ അമ്മയെന്ന് വിളിച്ചിട്ടുള്ളത് ഞാനാ. എനിക്കറിയാം എന്റെ അച്ഛനെ അമ്മയെ എങ്ങനെ സംരക്ഷിക്കണമെന്ന്. നീ പോയി കിടന്നുറങ്ങാൻ നോക്ക്. നാളെ വീണ്ടും സ്വന്തം ഭാര്യയോട് വഴക്കിടാനുള്ളതാ. രാധമോളെ, സുഭദ്രമ്മ, സുഭദ്രാമ്മയ്ക്ക് ഒരു മാറ്റമില്ല. മാറ്റങ്ങളൊക്കെ നിനക്കല്ലേ. അന്നത്തെ നീയും ഞാനുമല്ല ഇപ്പോഴത്തെ നമ്മൾ. പക്ഷേ ഒരു കണ്ണാടിയിൽ എന്ന പോലെ നിന്നിൽ എന്നെ എനിക്ക് കാണാം. ഈ രൂപം മാത്രമേ എനിക്കുള്ളൂ. സുഭദ്രാമ്മയുടെ ധൈര്യത്തിന്റെയോ തന്റെ ഇടത്തിന്റെയോ പാതി പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അത് തെറ്റ്. അല്ല, ഇപ്പൊ എന്താ നിന്റെ മനസ്സിനെ ഇങ്ങനെ തളർത്തുന്ന കാര്യം? കൃഷ്ണനുമായുള്ള പ്രണയം ഓർത്തിട്ടാണോ? സുഭദ്രാമ്മയ്ക്ക് എല്ലാം അറിയാല്ലേ? ഞാനല്ലേ നിനക്ക് വേണ്ടി ആദ്യം ആ കാര്യം സംസാരിച്ചത്. നീയും കൃഷ്ണനും ഒന്നിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും ഞാനായിരുന്നു. അത് നടപ്പിലാക്കും മുമ്പേ എനിക്ക് ഈ ലോകം നഷ്ടമായി പോയി. നഷ്ടമായതല്ല, നഷ്ടപ്പെടുത്തിയതാണ്. എന്നെയും നമ്മുടെ അച്ഛനെയും. അച്ഛനെയുമോ? അതെ. ആ രാത്രി കുഞ്ഞിനെ കയ്യിലേൽപ്പിച്ച് നിങ്ങളെ പറഞ്ഞയച്ച ശേഷമാണ് അയാൾ ശ്രീമൂല സ്ഥാനത്ത് വന്നതും വിഷം കഴിച്ച് അവശയായ എന്നെ ആക്രമിച്ചതും. അപ്പോഴാ അയാൾ അച്ഛനെ പറ്റി എന്നോട് പറഞ്ഞത്. ആ ചതി കേട്ട് നെഞ്ചു മരവിച്ച് നിന്നുപോയി ഞാൻ. ആ ഒരൊറ്റ മനുഷ്യൻ കാരണം എന്റെ അമ്മ വിധവയായത്. എന്റെ അച്ഛനെ ചതിച്ച അയാളെയും തൃപ്പങ്ങോട്ട് കുടുംബത്തെയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ വിവാഹം ചെയ്തത്. നിന്റെ അച്ഛൻ മരിച്ചത് അപകടം നടന്നിട്ടല്ല, ശ്വാസം മുട്ടിയ. ഒരു മനുഷ്യായുസിന്റെ പാതി പോലും ജീവിച്ചു തീരും മുമ്പേ കൊല്ലപ്പെട്ടവളാണ് ഞാൻ. ഒരമ്മ എന്ന നിലയിൽ, ചേച്ചി എന്ന നിലയിൽ, സ്ത്രീ എന്ന നിലയിൽ എന്റെ കർമ്മങ്ങളെല്ലാം ഇപ്പോഴും ഈ ഭൂമിയിൽ ബാക്കി നിൽക്കുകയാണ്. അച്ഛന് പകരമായി തൃപ്പങ്ങോട്ട് സിംഹാസനത്തിലിരുന്ന് ഒരു ദേശത്തിന് വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങൾ മുഴുവൻ ബാക്കി നിൽക്കുകയാ. അതൊക്കെ ഇനി പൂർത്തിയാക്കേണ്ട കടമയാണ് നിനക്ക്. എന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ, നമ്മുടെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ നീ മനസ്സ് വെക്കണം. ഇനി അത് ചെയ്യാൻ നിനക്ക് മാത്രമേ കഴിയൂ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സുഭദ്രാമേ? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയൂ. നിനക്ക് എല്ലാം ചെയ്യാൻ പറ്റും. നിനക്കേ അതൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ബാക്കി വെച്ച എല്ലാ കർമ്മങ്ങളും നീ പൂർത്തിയാക്കണം. ഞാനെങ്ങനെ? തൃപ്പങ്ങോട്ട് ശ്രീമൂല സ്ഥാനത്ത് നിന്ന് തന്നെ വേണം തുടങ്ങാൻ.
നീ അവിടെ പോകണം. ഉടവാൾ പൂജ ചെയ്ത് ദേവീ നടയിൽ സമർപ്പിക്കണം. പൂർണ്ണ കുംഭ പ്രദക്ഷിണം നടത്തി ദേവിയെ ജലാഭിഷേകം നടത്തി ശാന്തസ്ഥിതിയിലാക്കണം. അപ്പോഴേ തൃപ്പങ്ങോട്ട് ദേശത്തിനും വാസുദേവനും സുഭദ്രയ്ക്കും മോക്ഷം കിട്ടും. അതിനിടയിൽ അക്ഷന്തവ്യമായി അവിടെ സംഭവിക്കേണ്ടത് സംഭവിച്ചിരിക്കും. ഉറപ്പിക്കാൻ നിനക്ക്. ഒട്ടേറെ പ്രതിബന്ധങ്ങൾ ഉണ്ടാവും. ചോര വീണ് ചില ജീവിതങ്ങൾ പിടഞ്ഞസ്തമിക്കും. അതിനെയെല്ലാം അതിജീവിച്ച് നീ അത് പൂർത്തിയാക്കിയേ പറ്റൂ. അതാണ് നിന്നിൽ ഞാൻ ഏൽപ്പിക്കുന്ന, നമ്മുടെ അച്ഛൻ ഏൽപ്പിക്കുന്ന നിർണായകമായ കർത്തവ്യം. നീ അതനുസരിക്കണം. അനുസരിച്ചേ പറ്റൂ. പ്രകൃതിയും പുരുഷനും പ്രപിതാക്കളും നിന്നെ രക്ഷിച്ചനുഗ്രഹിക്കട്ടെ. വക്കീൽ വന്നല്ലോ. ഇന്ന് ഏതായാലും രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. 7-8 വർഷമായി ഉത്സവവും ശ്രീമൂലസ്ഥാനത്തെ ചടങ്ങ് നടന്നിട്ടില്ല. നമ്മുടെ ഈ കമ്മിറ്റിക്കെങ്കിലും അത് നടത്തിയേ പറ്റൂ. നമസ്കാരം വക്കീലേ. നമസ്കാരം. നമസ്കാരം. എന്തായി വക്കീലേ, രാധക്കുഞ്ഞ് വരുമോ ഇത്തവണയെങ്കിലും വാളെടുക്കാൻ? തൃപ്തികരമായിട്ടൊരു മറുപടി ഇതാ. എന്റെ സുധാകരേട്ടാ, നിങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് എന്തെങ്കിലും ഒരു മറുപടി ഞാൻ പറഞ്ഞാൽ മതിയോ? പറയുന്ന മറുപടി കൃത്യമായിരിക്കണ്ടേ? അത് വേണം. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതാണ് ഞാനും പറയുന്നത്. നിങ്ങൾ എനിക്ക് കുറച്ചുകൂടി സമയം താ. ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ രാധയെ അറിയിച്ചിട്ടുണ്ട്. വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ആ കുട്ടിയാണ് മറുപടി പറയേണ്ടത്, ഞാനല്ല. തൃപ്പങ്ങോട്ടെ കുട്ടിയല്ലേ രാധക്കുഞ്ഞ്. ഈ നാടിന്റെയും ജനങ്ങളുടെയും വികാരം മനസ്സിലാകാതെ വരുമോ? രാധയ്ക്കറിയാം, എല്ലാം രാധയ്ക്കറിയാം. ഈ ഉത്സവവും ഉടവാൾ പൂജയും പൂർണ്ണകുംഭമെടുക്കലും ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിലാണ് കൊണ്ടാടപ്പെടുന്നതെന്ന് അവൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. നമ്മുടെ നാടിന്റെ മുഴുവൻ ഐശ്വര്യത്തിനും കാരണം ശ്രീമൂലസ്ഥാനത്ത് സമർപ്പിക്കുന്ന ഈ ചടങ്ങുകളിലാണെന്നും രാധയ്ക്കറിയാം. അതുകൊണ്ട് തന്നെയാ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൾക്ക് വരാൻ പറ്റില്ല എന്ന് പറയാൻ സാധിക്കാത്തതും. പക്ഷെ ആളിതുവരെ സംഭവിച്ചിട്ടില്ലല്ലോ. ഇതിന് മാത്രം എന്താ സംഭവിച്ചെന്നാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ എന്താ സഹദേവ, ഈ നാട്ടുകാരനൊന്നും അല്ലേ? തൃപ്പങ്ങോട്ടെ വാസുദേവൻ എന്ന അവളുടെ അച്ഛൻ കൊല്ലപ്പെട്ടത് ഈ നാട്ടിൽ വെച്ചല്ലേ? നമ്മുടെ സുഭദ്രാമ കൊല്ലപ്പെട്ടതും ഈ മണ്ണിൽ വെച്ച് തന്നെയല്ലേ? അവരൊക്കെ രാധയുടെ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാത്തൊന്നും അല്ലല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് വർഷം എത്രയായി? ഇനിയും അതൊക്കെ ഓർത്ത് ഭയന്നു കഴിഞ്ഞാ എന്നെങ്കിലും ഈ ഉത്സവം നടത്താൻ പറ്റുമോ? അത് ശരിയാ. പേടിക്കാൻ തുടങ്ങിയാ പേടിക്കാനേ സമയം കിട്ടും. മറ്റൊന്നും നടക്കില്ല. അവൾക്ക് പേടി സ്വന്തം ജീവന്റെ സുരക്ഷ കരുതിയല്ല, കൂടെയുള്ളവരെ കരുതിയ. ഒന്നും പേടിക്കണ്ടെന്ന് പറ വക്കീലേ. ഒന്നുമില്ലെങ്കിലും നമ്മളില്ലേ, ഈ ദേശക്കാര് മുഴുവൻ കുഞ്ഞിന്റെ കൂടില്ലേ, പിന്നെന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ദേശത്തെ പക്ഷെ അവര് രക്ഷിച്ച പാരമ്പര്യമേ ഉള്ളൂ സുധാകരേട്ടാ. അത് രാധയ്ക്ക് നന്നായിട്ടറിയാം. പിന്നെ രാധ വന്നാലും നമ്മളാരെയും വിശ്വസിച്ചാവില്ല ആ വരവ്. സ്വന്തം പാരമ്പര്യത്തിലും മനോധൈര്യത്തിലും മാത്രം വിശ്വസിച്ചാവുന്ന എന്റെ പ്രതീക്ഷ. എങ്ങനെ ആയാലും വേണ്ടില്ല, രാധക്കുഞ്ഞൊന്ന് വന്നാ മതി. അതിന് വേണ്ടത് എന്താന്ന് വെച്ചാ നിങ്ങൾ തന്നെ ചെയ്താൽ മതി വക്കീലേ. ഞങ്ങളുടെ കൂട്ടായ ആവശ്യവും ആഗ്രഹവും അതാണ്. നോക്കട്ടെ, സമയമുണ്ടല്ലോ. തൽക്കാലം നിങ്ങൾ പോകാൻ നോക്ക്. ഞാനൊന്ന് രാധയെ ബന്ധപ്പെടാൻ ശ്രമിക്കാം. ശരി ശരി.
സാറേ 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 അവള് വരണു. എന്താടോ താൻ ആർക്കെങ്കിലും വായുഗുളിയ വാങ്ങാൻ പോവാണോ? സാറേ രാധാ രാധാ. ആ രാധയോ? ആ എന്താടോ രാധയെ കണ്ടോ താൻ? അല്ല സാർ, രാധ വരുന്നു. രാധ വരും ഉറപ്പാ. എങ്ങോട്ട് വരുന്നു എനിക്ക് മനസ്സിലായില്ല. തൃപ്പങ്ങോട്ട് അമ്പലത്തിലെ പൗർണമി ഉത്സവം വരെയല്ലേ, അവിടെ രാധ വരും പൂർണ്ണ കുമ്പെടുക്കാൻ.